നിസ്കാരം നിലനിർത്താത്ത ആളുകൾ നമ്മുടെ കൂടെ ജീവിക്കുന്നുണ്ട് എങ്കിൽ ആ വീട്ടിലെ ആളുകളും മറ്റുള്ളവരും അനുഭവിക്കേണ്ടി വരുന്ന 10 ദുരിതങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഒന്നാമത്തെ ദുരിതം, ആ വീട്ടിലുള്ള ബറക്കത്ത് നഷ്ടപ്പെടാൻ അത് കാരണമാകും എന്നതാണ്. വീട്ടിലെ ബറക്കത്ത് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ വീട്ടിൽ എല്ലാവർക്കും വരുമാനമുണ്ടെങ്കിലും നിസ്കരിക്കാത്ത ഒരാൾ ആ വീട്ടിൽ ഉള്ളത് കൊണ്ട് ആ വീട്ടിലെ ആ വരുമാനം കൊണ്ട് സന്തോഷത്തോടു കൂടെ ജീവിക്കാൻ അവർക്ക് കഴിയില്ല. ബർക്കത്തില്ലാത്തത് കൊണ്ടാണ്. ചിലപ്പോൾ ഉമ്മയാവാം, അല്ലെങ്കിൽ ബാപ്പയാവാം, ഭാര്യയാവാം, ഭർത്താവാകാം, മക്കളാവാം. ആരാണോ നിസ്കരിക്കാത്തത് എന്നതല്ല പ്രശ്നം, നിസ്കരിക്കാത്ത വ്യക്തി ആ വീട്ടിലുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ബർക്കത്തില്ലെങ്കിൽ എന്തുണ്ടാവും? ഇനി രണ്ടാമത്തെ കാര്യം, നമസ്കാരം ഉപേക്ഷിക്കുന്നത് ജീവിതത്തിൽ കഷ്ടപ്പാട് വരുമെന്നതാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയാണ്, എന്നെ മറക്കുന്ന ആളുകൾ, എന്നെ ഓർമ്മിക്കാത്ത ആളുകൾ. നിസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബിനെ ഓർമ്മിക്കലാണല്ലോ, റബ്ബിനോടുള്ള ഒരു സംഭാഷണമാണ്. എന്നാൽ നിസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകൾക്ക് അവർക്ക് വല്ലാത്ത പ്രയാസമുള്ള ജീവിതമായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയാൻ. സമാധാനമില്ല, ഭർത്താവിനെ കൊണ്ട് സന്തോഷമില്ല, ഭാര്യയെ കൊണ്ടൊരു സുഖമില്ല, മക്കളൊന്നും പറഞ്ഞതനുസരിക്കുന്നില്ല. എല്ലാണ്ട് വീട്ടിൽ വലിയ വീടുണ്ട്, വരുമാനമുണ്ട്, കാറുണ്ട്, പക്ഷേ എന്തോ ഒരു കാര്യം വീട്ടിലില്ല. അതെന്താണെന്ന് പറയാൻ കഴിയുന്നില്ല, ചിന്തിക്കേണ്ട കാര്യമില്ല. ആ വീട്ടിലില്ലാത്തത് നിസ്കരിക്കുന്ന എല്ലാ ആളുകളുമാണ്. നിസ്കരിക്കാത്തൊരു വ്യക്തി വീട്ടിലുണ്ട്, അയാളൊന്ന് നിസ്കരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ വീട്ടിലെ എല്ലാ സന്തോഷങ്ങളും തിരിച്ചു വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഇനി മൂന്നാമത്തെ കാര്യം, കറുത്തിരുണ്ട ഹൃദയമായി മാറും, വല്ല കട്ടിയുള്ള ഹൃദയമായി മാറും. നിസ്കാരം ഉപേക്ഷിക്കുന്നവർ വീട്ടിലുണ്ടെങ്കിൽ ആ നിസ്കരിക്കാത്തവന്റെ ഹൃദയം വലിയ പ്രയാസമുള്ള, മറ്റുള്ളവരുടെ വേദനകൾ മനസ്സിലാക്കാൻ കഴിയാത്ത, കരുണയില്ലാത്ത ഒരു മനസ്സായിരിക്കും. എപ്പോഴും ദേഷ്യപ്പെടുന്ന ഭർത്താവ്, എപ്പോഴും ദേഷ്യപ്പെടുന്ന മക്കൾ, മനുഷ്യന്റെ വേദനകളെ മനസ്സിലാക്കാൻ കഴിയാത്ത ബാപ്പ. എന്താ കാരണം? അവരുടെ ജീവിതത്തിൽ നിസ്കാരം അവര് നിലനിർത്തുന്നില്ല എന്നതാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നത് സുമ്മ ഖസത്ത് ഖുലൂബുക്കും, അവരുടെ ഹൃദയം കട്ടിയുള്ളതായി പോയി എന്നാണ് പറയുന്നത്. ആരെങ്കിലും ഒരു മനുഷ്യൻ ആ വീട്ടിൽ നല്ല സ്വഭാവമില്ലാത്ത ആളുണ്ടെങ്കിൽ ആ വീട്ടിൽ എല്ലാവരും ആ ദുരിതം അനുഭവിക്കേണ്ടി വരും, ബാപ്പാന്റെ. ഇനി നാലാമത്തെ കാര്യം, തർക്കുസ്സലാത്തി സബബുൻ ലിഇൻതിശാരിൽ മആസി ഫിൽ ബൈത്തി. നിസ്കാരം ഉപേക്ഷിക്കുന്നവർ വീട്ടിലുണ്ട് എങ്കിൽ ബാക്കിയുള്ളവർക്ക് പോലും തെറ്റ് ചെയ്യാനുള്ളൊരു പ്രേരണയുണ്ടാകും. കാരണം നിസ്കാരം ഉപേക്ഷിക്കുന്ന ആള് കൂടുതൽ തെറ്റ് ചെയ്യുന്ന ആളായിരിക്കും. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. പരിശുദ്ധ